ഞാനൊക്കെ ചെറുപ്പം തൊട്ട് കണ്ടുവന്നിട്ടുള്ള ഒരാളുടെ മുന്നേ ഞാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ജെൻസ് വെയറിൽ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ വന്നത് മുനിസിപ്പൽ ചെയർമാനാണ് കരുനാഗപ്പള്ളിയുടെ. ആദ്യം തൊട്ടേ പാർട്ടി പ്രവർത്തനത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. നമുക്കുൾപ്പെടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇക്കാടെ ഒരു റിവ്യൂ കിട്ടിയില്ലേ പിന്നെ നമുക്ക് എന്താ അല്ലേ. ഇക്ക എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പും നമ്മുടെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനിവിടെ വന്ന് ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്നു, എനിക്ക് മൊത്തത്തിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് വന്ന് എനിക്ക് ഷർട്ട് എടുക്കേണ്ട കാര്യത്തിന് വന്നതാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്കൊരു അങ്കലായ്പുണ്ടായിരുന്നു. ഈ ഷർട്ട് നല്ല ഷർട്ടൊക്കെ ഉണ്ടാവുമോ, പുതിയ കടയല്ലേ എന്ന്. എനിക്ക് വന്നപ്പോൾ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി. ആ രീതിയിൽ ഞാനിപ്പോൾ തന്നെ ഒരെണ്ണം എടുക്കാൻ വന്നേ, അപ്പം 3 എണ്ണം എടുത്തു. നല്ലൊരു എന്താ പറയാ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൂടുതലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ കളർ ഷർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ഫുൾ വൈറ്റ് ഉപയോഗിക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അങ്ങനെ ഫുൾ വൈറ്റ് ഷർട്ടാണ് ഇപ്പോൾ എടുത്തത്. 3 എണ്ണം. ഒരെണ്ണം എടുത്ത് സത്യം പറഞ്ഞാൽ ഒരെണ്ണം എടുക്കാനാണ് വന്നത്. അത് കണ്ടപ്പോൾ പിന്നെ 3 എണ്ണം എടുത്ത്. ഇനിയും വരും. ഈ ആഴ്ച തന്നെ വന്ന് കൂടുതൽ ഷർട്ട് മേടിക്കുക. പൈസ കുറവായണ്ട 3 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ ഞാൻ 10 എണ്ണം എടുത്തത്. അതുകൊണ്ട് ഇനി ഈ ആഴ്ച തന്നെ വന്ന് കുറച്ച് ഷർട്ട് കൂടെ എടുക്കും. അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും കാണില്ല നമ്മുടെ കരുനാഗപ്പള്ളിയിലെ എല്ലായിടത്തും ആയാലും അല്ലേ. എന്നെയൊക്കെ ചെറുപ്പം തൊട്ടേ അറിഞ്ഞൂടേക്ക് കല്യാണത്തിന് ഞാൻ അവരുടെ പഞ്ചായത്തും പറയാം. അതെ അതെ, അതുകൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന 20 വർഷക്കാലമായിട്ട് കരുനാഗപ്പള്ളി പഞ്ചായത്തിൽ നഗരസഭയിലും മെമ്പറും കൗൺസിലറും ഒക്കെ ആയിട്ട് തന്നിരിക്കുകയാണ്. വിവിധ സ്ഥാനങ്ങളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഇതൊക്കെ വഹിച്ചിട്ടുണ്ട്. ഇപ്പം മുനിസിപ്പൽ ചെയർമാനാണ്. ഒരു ഷർട്ട് എടുക്കാൻ വന്നപ്പോൾ എന്നെ കൊണ്ട് 3 എണ്ണം എടുപ്പിച്ചു. അത് കടയുടെ ഗുണമല്ല, ഇവിടുത്തെ സാധനത്തിന്റെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി കണ്ടുകൊണ്ട് എടുത്തു പോയതാണ്. ഇനി എടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റിയത്, എന്റെ നാട്ടിൽ ചെയ്യാൻ പറ്റിയത് ഒരുപാട് എനിക്ക് സന്തോഷമാണ്. ലിക്കായ്ക്കും ഹാപ്പി ഉണ്ടോ? വളരെ ഹാപ്പി. അതുകൊണ്ടല്ലേ ഇവിടെ വന്നേ. ഇവിടെ വേറെ വലിയ പരസ്യമുള്ള കടകളൊക്കെ കിടക്കുന്നത്, ഒരു പരസ്യമില്ലാത്ത കടയെ വന്നതല്ല. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമൊക്കെ. അപ്പൊ ഇനിയും ഇക്കായുടെ കൂട്ടുകാരും ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ കാണും. അതുപോലെ ഇക്കായ അറിയാൻ ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ വന്ന് എടുക്കാമല്ലോ. എല്ലാവർക്കും വന്ന് എടുക്കാം. സന്തോഷമൊക്കെ.